ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി കടക്കുകയാണ്. 2 ദിവസം മുമ്പ് തീപിടുത്തമുണ്ടായതിന് പിന്നാലെ ഇന്നിതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അതേ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. നേരത്തെ പൊട്ടിത്തെറിയുണ്ടായ ബ്ലോക്കിലെ 6-ാം നിലയിൽ തന്നെ രോഗികളെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. പക്ഷേ പരിശോധന പൂർത്തിയാകും മുമ്പേ എന്തുകൊണ്ട് രോഗികളെ അതേ ബ്ലോക്കിൽ പ്രവേശിപ്പിച്ചു എന്ന ചോദ്യത്തിന് മെഡിക്കൽ കോളേജിന് മറുപടിയില്ല. അത് ഗുരുതര വീഴ്ചയാണെന്ന് ആരോഗ്യമന്ത്രിയും പറയുന്നു. ആദ്യം മന്ത്രി പറഞ്ഞത് കേൾക്കാം. അപ്പോൾ ആ ഫ്ലോറുകളിൽ അവിടെ മെഷീൻസ് കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഈ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ തിയേറ്ററിൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് അവിടുത്തെ സീലിംഗ് ലൈറ്റിൻ്റെ പെൻഡൻറ്റ് അവിടെയാണ് ഈ രീതിയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ചെറിയ രീതിയിൽ അവിടെ പുക വന്നത്. അപ്പോൾ ഇതൊരു പരിശോധനയുടെ ഭാഗമാണ്. നിസ്സാര സംഭവത്തെ പർവ്വതീകരിച്ച് ആശങ്ക കൂട്ടരുത് എന്നായിരുന്നു മേയർ ബീന ഫിലിപ്പിന്റെ പ്രതികരണം. തീപിടുത്തത്തിന് പിന്നാലെ പ്രതിഷേധവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. വേറൊരു മെഷീൻ, അത് പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീൻ്റെ കാര്യമായിരുന്നു അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് സംഭവിച്ചത്. അല്ലാതെ ഈ തന്നെ തീ പിടിക്കുകയോ ഒന്നും ചെയ്തതല്ല. അത് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും ഇൻവെന്റ് ചെയ്ത് കാണൂല, അവിടെ ഒരു സാധനം ചെയ്ത് കാണണം, അതുകൊണ്ടായിരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞതാണ്. അങ്ങനെയല്ലല്ലോ. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പുതിയ സാധനം ഇൻസ്റ്റാൾ ചെയ്യാണ്, പുതിയ ഒന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ശരിയല്ലേ? അവര് അത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു മെഷീന്റെ കാര്യങ്ങൾ അവർക്ക് ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ സംഭവിച്ചു എന്നാ പറഞ്ഞത്. നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമ്മളൊരാൾ പറയുമ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് ഏറ്റു പറയുന്നത്. ഞാൻ കണ്ടതാണോ? അല്ല. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, സത്യാവസ്ഥ അറിയാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ദയവായി അതൊക്കെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുന്ന പകുതി ചെയ്യുമ്പോഴേക്കും ഓടും. ഇവിടുത്തെ പ്രിൻസിപ്പൽ അധികാരികൾ ഇന്നെന്താ പറയുന്നത്? നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ബിൽഡിങ്ങിൽ ആരുമില്ല, രോഗികളില്ല. രോഗിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഒരു തവണ ട്രിപ്പ് ഇട്ട് തിരിച്ച് സ്കാൻ ചെയ്ത് തിരിച്ചു വന്നത്. അപ്പൊ അവർ ഇപ്പോൾ ഉള്ളോട്ട് കയറ്റുന്നില്ല. അപ്പൊ ഇവർ ആരോടൊക്കെ എന്തൊക്കെ ഒളിക്കുകയാണ്. ഇത് നടത്തിക്കൊണ്ട് പോകേണ്ട ആളുകൾ കളവ് പറയുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ. നിങ്ങളുടെ മുൻപിലല്ലേ ഇപ്പൊ ആ ചേച്ചി പറഞ്ഞത് ഇവിടെ നിന്ന് 3-ാം വാർഡിൽ നിന്ന് ട്രിപ്പ് ഇട്ടു. ആ ട്രിപ്പ് ഇട്ടിട്ട് ആൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവർ ഉള്ളോട്ട് കയറ്റുന്നില്ല. അതേസമയം ഇവിടുത്തെ ഡോക്ടറും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറയും ഉള്ളിൽ ആരുമില്ല, ആരെയും കയറ്റിയിട്ടില്ല. ഇതൊരു ആതുര സേവന കേന്ദ്രമാണ്, അഭയകേന്ദ്രമാണ് ജനങ്ങളുടെ. ആ അഭയകേന്ദ്രത്തെ ആശങ്ക കേന്ദ്രമാക്കുകയാണ് ഇവിടുത്തെ അധികാരികൾ. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഷഹദ് അവിടേക്ക് എത്തിയിരുന്നു. അവിടെയുള്ള രോഗികളുമായി സംസാരിച്ചിരുന്നു. അവിടേക്ക് പെട്ടെന്നെത്തിയ ജനപ്രതിനിധികളുമായി ഷഹദ് സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ആ ബ്ലോക്കിൽ രോഗികളില്ല എന്ന മറുപടി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വരികയും പിന്നീട് അത് അങ്ങനെയല്ല, അവിടെ രോഗികളുണ്ട്, അവരെ മാറ്റി എന്ന വിവരം പുറത്തു വരികയും ഒക്കെ ചെയ്തു. എന്താണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ പരിശോധന പൂർത്തിയാകുന്നതിന് മുമ്പ് രോഗികളെ അവിടേക്ക് എന്തിനു മാറ്റി എന്ന ചോദ്യത്തിന് മെഡിക്കൽ കോളേജിന് ഇപ്പോഴും ഉത്തരമില്ല. അത് വീഴ്ചയാണ് എന്ന് ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ജാഗ്രത ഉണ്ടാകുന്നു ഷഹദ്? രജിത, ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം നടന്ന ഘട്ടത്തിൽ തന്നെ, കാരണം കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ചയാണ് ഈ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൊട്ടിത്തെറിയോടുകൂടി പുക ഉയരുന്നത്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പോലും ഇപ്പോഴും സർക്കാരിൻ്റെ മുന്നിലില്ല, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിലില്ല. അതിന് തൊട്ടുപുറകെയാണ് ഇന്ന് ഇത്തരത്തിൽ തീപിടുത്തം എന്നൊരു വാർത്ത ആദ്യം നമ്മളിലേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നു ഇത് ഏതോ തരത്തിൽ ഉള്ള ഒരു വ്യാജ പ്രചാരണമാണ് എന്ന് മാത്രമാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മളിത് വിശദമായിട്ട് അന്വേഷിക്കുന്നു. ആ ഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ചെറിയൊരു പുക മാത്രം ഉയർന്നു, ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, ആശുപത്രിയിൽ ഒരു രോഗിയും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സ്ഥിതിഗതികൾ എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു. ഉടൻ തന്നെ നമ്മളിങ്ങോട്ട് പുറപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾ നമ്മുടെ വാഹനത്തിന് തൊട്ട് മുന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിവിടെ എത്തുന്ന ഘട്ടത്തിൽ, അതായത് ഈ 6-ാം നിലയിൽ പുക ഉയരുന്നുണ്ടായിരുന്നു. അതായത് 6-ാം നില എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററാണ്. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്.
പക്ഷേ അതിന് താഴത്തുള്ള നിലയിൽ, അതായത് 3-4 നിലകളിൽ ഇന്ന് ഏകദേശം 20-ലധികം രോഗികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത്, ഇന്ന് ആരോഗ്യമന്ത്രി തന്നെ ആശുപത്രിയെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത്. കാരണം ഈ കെട്ടിടത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവിടെ രോഗികളെ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തുറന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന യോഗത്തിലെടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആരും തന്നെ അറിയാതെ 20 രോഗികളെ ഈ ആശുപത്രിയുടെ കെട്ടിടത്തിൽ പ്രവേശിപ്പിക്കുന്നു. ആ കെട്ടിടത്തിന് അതായത് 3-4 വാർഡുകളിൽ പ്രവേശിപ്പിക്കുന്നു. അതിന് തൊട്ട് മുകളിലായിട്ട്, അത് 3-4 ബ്ലോക്കിന് തൊട്ട് മുകളിലായിട്ടുള്ള ബ്ലോക്കിൽ തീപിടുത്തം ഉണ്ടാകുന്നു. അത് മറ്റിടങ്ങളിലേക്ക് പുക ഉയരുന്നു. അതും കറുത്ത വിഷപ്പുകയാണ് ഉയർന്നത് എന്നുള്ളതാണ് രോഗികളൊക്കെ തന്നെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ വീഴ്ച സംഭവിച്ചു. രണ്ടാമത്തെ വീഴ്ച എന്ന് പറയുന്നത്, ഇവിടെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല, പുക മാത്രമാണ് ഉയർന്നത് എന്ന് ആശുപത്രി അധികൃതർ സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ ഫയർഫോഴ്സ് അതിനെ പാടെ തള്ളി തീപിടുത്തമാണ് ഉണ്ടായത് എന്നുള്ളതും അതിന്റെ ദൃശ്യങ്ങളും, അതായത് തീ അണയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തു. പിന്നീട് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു സീലിംഗിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ ആശുപത്രി പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് മറച്ചുവെക്കാൻ ശ്രമിച്ചത്. ഒന്ന്, ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഇവിടെ രോഗികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, മറ്റൊന്ന് ഇവിടെ തീപിടുത്തം ഉണ്ടായില്ല എന്നുള്ളതും. എന്നാൽ രണ്ടും പാടെ പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗുരുതര വീഴ്ച എന്ന് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ച നടന്ന അപകടത്തിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അതിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിലും, അതായത് ഇന്ന് നടന്ന തീപിടുത്തത്തിലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നാളെ മുതൽ തുടങ്ങുകയും ചെയ്യും. ശരി, ഷാഹദ് റഹ്മാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മാത്രമല്ല സമീപ ജില്ലകളിലെയൊക്കെ സാധാരണക്കാരായ പാവപ്പെട്ട ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്ന, രോഗികൾക്ക് ആശങ്കയുണ്ടാകുന്ന തരത്തിലുള്ള യാതൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ തീർച്ചയായും ഇത്തരത്തിൽ 2 ദിവസങ്ങളിലായി പുകയുമായി ബന്ധപ്പെട്ട, തീപിടുത്തവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഷാഹദ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇപ്പോൾ വയനാട് മാനന്തവാടിയിൽ നിന്ന് പുറത്തുവരുന്നു. വാളാട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. അജിൻ, ക്രിസ്റ്റി എന്നിവരാണ് മരിച്ചത്. വാളാട് പുലിക്കാട് കടവിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം? വിവരങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്ത്, വൈകിട്ട് 4:30യോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. വാളാട് പുളിക്കാട്ട് കടവിൽ ആണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കുട്ടികൾ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. ഈ സമയത്ത് അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തുന്ന മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. വാഴപ്ലാംകുടി അജിൻ 15 വയസ്സാണ്. കളപ്പുരത്തിൽ ക്രിസ്റ്റി 13 വയസ്സ്. ഇവർ 2 പേരുമാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ മാനന്തവാടി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 4:30യോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. ശരി, വൈകിട്ട് 4:30ക്കാണ് ഈ സംഭവം നടക്കുന്നത്, അപകടം നടക്കുന്നത്. 15 വയസ്സും 13 വയസ്സും പ്രായമുള്ള 2 കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ കാലടിയിൽ നിന്ന്, എറണാകുളത്ത് നിന്നൊരു വാർത്ത പുറത്തു വരുന്നത്, അവിടെ കാലടി മേൽക്കാലടിയിൽ പെരിയാറിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. അതിൽ 2 കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു എന്നാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ശ്യാം, എന്താണ് വിവരങ്ങൾ? ശ്യാം, ഇന്ന് വൈകുന്നേരമാണ് കാലടിയിൽ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 3 കുട്ടികൾ പെരിയാറിൽ കുളിക്കാൻ ഇറങ്ങിയത്. അത് മേൽക്കാലടി എന്ന് പറയുന്ന സ്ഥലത്ത് കുളിക്കടവിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കുട്ടികൾ 3 പേരും ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു. ഇതിൽ 2 പേരെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാളെ, 15 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് കാണാതായിരിക്കുന്നത്. ആ കുട്ടിക്ക് വേണ്ടി നിലവിൽ തിരച്ചിൽ നടത്തുകയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ നദിയിൽ തിരച്ചിൽ പല ഭാഗങ്ങളിലായി നടത്തുന്നുണ്ട്. കുട്ടി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആഴമേറിയ സ്ഥലത്ത് കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കയത്തിൽ പെട്ടുപോയതാണ് നിലവിലെ അപകടത്തിനിടയാക്കിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ തിരച്ചിലിന് എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശ്യാം ഇപ്പോൾ? നിലവിൽ പ്രദേശവാസികൾ, അവരാണ് ആ നദിയെക്കുറിച്ചും അതിന്റെ ആ ഒരു ആഴത്തെക്കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി അറിവുള്ളവർ. അവരുടെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിന് പുറമെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഉൾപ്പെടെ അവിടെ ആഴത്തിൽ മുങ്ങി പരിശോധനയ്ക്ക് വേണ്ടിയും എത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ സജ്ജീകരണത്തോടുകൂടി തന്നെയാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിലവിൽ അവിടെ തിരച്ചിൽ തുടരുന്നത്. രക്ഷപ്പെടുത്തിയ 2 കുട്ടികളോടൊപ്പമാണ് ഈ 3-അംഗ സംഘം അവിടെ കുളിക്കാൻ എത്തുകയും വൈകുന്നേരത്ത് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ടാണ് പ്രദേശവാസികൾ അവിടെ ഓടിയെത്തുകയും അവിടെ കുട്ടികൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കാലടിയിൽ 3 കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത്. അതിൽ 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടക്കുകയാണ്.
പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി നിയ ഫൈസൽ ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങി. നിയ ഫൈസലിന്റെ നാടായ വിളക്കുടിയിലെ രൂക്ഷമായ തെരുവുനായ ശല്യം നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല. തെരുവുനായയുടെ കടിയേറ്റതിന് പിന്നാലെ കുഞ്ഞിനെ പ്രവേശിപ്പിച്ച പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ അതിഗുരുതരമായ ആക്ഷേപങ്ങളും കുടുംബം ഉയർത്തുന്നുണ്ട്. വാക്സിൻ എടുത്തതിൽ അപാകതയുണ്ടായി എന്നാണ് ആരോപണം. അതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു കണക്ക് കൂടി പ്രേക്ഷകരോട് പറയാം. നമ്മുടെ നാട്ടിൽ ഈ വർഷം മാത്രം പേവിഷബാധയേറ്റ് മരിച്ചത് 14 പേരാണ്. ചിരിച്ചും കളിച്ചും പൂമ്പാറ്റയെ പോലെ പാറി നടന്ന കുഞ്ഞു നിയമോൾ ഇന്ന് കുന്നിക്കോടിൻ്റെ മാത്രമല്ല ഓരോരുത്തരുടെയും മനസ്സിലെ തീരാനോവായി മാറിയിരിക്കുന്നു. പ്രതീക്ഷകൾ അത്രയും അസ്തമിച്ചിരുന്നെങ്കിലും ജീവിതത്തിലേക്ക് അവൾ തിരികെ വരുമെന്ന വെറുതെയെങ്കിലും ഈ വീട്ടിൽ എല്ലാവരും കരുതി, ഞങ്ങളും. എന്നാൽ പുലർച്ചെ എത്തിയ ഫോൺ കോൾ ആ പ്രതീക്ഷ ഇല്ലാതാക്കി. കൂടപ്പിറപ്പുകളുടെ കണ്ണീർ കരളുള്ളവർക്ക് കണ്ടു നിൽക്കാനാവുന്നതായിരുന്നില്ല. എല്ലാ സഹായവും ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്ക് ഞാൻ ഓടി ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു വലിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാൻ ഇപ്പതാണ്ട് കൊണ്ടുപോയി. എനിക്കിനി കാണാനില്ല. കരച്ചിലുകൾ മണിക്കൂറുകൾക്കകം പ്രതിഷേധത്തിന് വഴിമാറിയ കാഴ്ച. പിഴവുകൾ എവിടെയെന്നറിയാൻ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം. ആരോഗ്യവകുപ്പ് ഡയറക്ടർ അടക്കം യോഗത്തിലേക്കെത്തി. പരാതിയേറെയും പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ. യോഗം കഴിഞ്ഞിറങ്ങിയ കളക്ടറോട് നിയയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായധനം നൽകണമെന്ന ആവശ്യം. എന്നാൽ ഇതിൽ തീരുമാനമെടുക്കുന്നതിൻ്റെ പ്രതിസന്ധി കളക്ടർ അറിയിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഔദ്യോഗിക വാഹനം മാറ്റി പോലീസ് ജീപ്പിൽ കളക്ടർ കുട്ടിയുടെ വീടും പരിസരവും പരിശോധിച്ചു. തിരിച്ചെത്തിയപ്പോഴും പ്രതിഷേധം. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്താണ് നീക്കിയത്. തെരുവുനായ്ക്കളെ പിടികൂടി അറവുമാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുത്ത പ്രശ്നം പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയൊരു നിയ ഫൈസലും ഇങ്ങനെ അതിദാരുണമായ മരണത്തിന് ഇരയാകരുത്. നിയമോൾ മണ്ണോട് ചേർന്നിരിക്കുന്നു. കൃത്യമായ വാക്സിൻ എടുത്തിട്ടും നിയ ഫൈസലിൻ്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്തെന്ന ചോദ്യമാണ് ബാക്കി. അതിനുത്തരം പറയേണ്ടത് ആരോഗ്യവകുപ്പാണ്. അതിനി വൈകരുത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ലഭിക്കുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യുവ സംവിധായകരുടെ കയ്യിൽ നിന്ന് ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ അതിൽ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. സമീർ താഹിറിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. 7 വർഷം മുമ്പാണ് ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത് എന്നാണ് സമീർ താഹിർ പറയുന്നത്. ഖാലിദ് റഹ്മാൻ, അഷറഫ് ഹംസ എന്നിവർ ലഹരി എത്തിച്ചത് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് സമീർ താഹിറിൻ്റെ മൊഴി. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഈ ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുക അല്ലെങ്കിൽ സ്ഥലമൊരുക്കി കൊടുക്കുക എന്നതൊക്കെ കുറ്റകരമാണ് എന്നിരിക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സമീർ താഹിറിനോട് വിവരങ്ങൾ തേടാൻ, ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു, വിട്ടയച്ചിരിക്കുന്നു. വിവരങ്ങൾ YS അഭിനന്ദ്. റീജിസ്റ്റർ ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു കൊച്ചിയിലെ കച്ചേരിപ്പടിയിലെ എക്സൈസ് റേഞ്ച് സോണൽ ഓഫീസിലേക്ക് ഇത്തരത്തിലേക്ക് സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. ഈ അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ എന്നിവർ ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ പിടിയിലായത്. ലഹരി ഉപയോഗിക്കാൻ ഇടം നൽകി എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലേക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ട് എക്സൈസ് തീരുമാനിച്ച നോട്ടീസ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യാനായി നേരിട്ടെത്താനായിരുന്നു നിർദ്ദേശിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ
സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. അദ്ദേഹം എക്സൈസിനോട് ഇപ്രകാരമാണ് മൊഴി നൽകിയിരിക്കുന്നത്. അഷ്റഫ് ഹംസ മാത്രമായിരുന്നു രാവിലെ 7 മണിയോടുകൂടി ഫ്ളാറ്റിലെത്തിയത്. പിന്നീടാണ് ഖാലിദ് റഹ്മാൻ അവിടേക്ക് എത്തുന്നത്. ഇവർ ലഹരി കയ്യിൽ കരുതിയതായി തനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ എക്സൈസ് സമീർ താഹിർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയും ചോദ്യം ചെയ്യലുണ്ടാകും. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം തന്നെ എക്സൈസ് നടത്തുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സൈസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ സമീർ താഹിർ ഏത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. ഏതാണ്ട് 2 മണിക്കൂറോളം സമീർ താഹിറിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. NDPS 25 ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കാൻ ഇടം സജ്ജീകരിച്ചു കൊടുത്തു എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ സമീർ താഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിജിത്ത്, അഭിനന്ദി, ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഫ്ളാറ്റിൽ ലഹരി എത്തിച്ച് താൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ സമീർ താഹിറിന്റെ മൊഴി. അത് വിശ്വാസത്തിലെടുക്കുന്നില്ല എക്സൈസ് എന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും സ്വാഭാവികമായും അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക. ഈ കഞ്ചാവ് എത്തിയത് എവിടെ നിന്ന്, അതിൻ്റെ വേരെവിടെ, അതിൻ്റെ കണ്ണികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു എക്സൈസ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിൽ ഏത് ഘട്ടം വരെ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അഭിനന്ദ്? റിജിത്ത്, എക്സൈസ് നൽകുന്ന പ്രാഥമിക വിവരം മാത്രമാണ്. ഇനി എന്തായാലും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് ഈ കാര്യം വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഖാലിദ് റഹ്മാനുമായിട്ട് തനിക്ക് ബന്ധമില്ല. അഷ്റഫ് ഹംസയുമായിട്ടാണ് നേരിട്ട് ബന്ധമുള്ളത്. അതുകൊണ്ട് അഷ്റഫ് ഹംസയായിരുന്നു ഫ്ളാറ്റിലേക്ക് ആദ്യം എത്തിയത്. ആദ്യം ഏതാണ്ട് 7 മണിയോടുകൂടി രാവിലേക്ക് എത്തുന്നു. പിന്നീടാണ് ഇത്തരത്തിലേക്ക് കഞ്ചാവ് ഉപയോഗത്തിനാണ് അവിടെ എത്തിയെന്ന് പോലും തനിക്ക് അറിയുന്നത്. പക്ഷേ കഞ്ചാവ് എങ്ങനെ തന്നെ കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ സമീർ താഹിർ എക്സൈസിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അത് എക്സൈസ് വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ലഹരി ഉപയോഗിക്കാനായിട്ടുള്ള ഇടം സജ്ജീകരിച്ചു. പൂർവ്വ ഗ്രാൻഡ് ബേ ഹോട്ടലിൽ നിന്നാണ് ഇത്തരത്തിലേക്ക് പിടിയിലാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് മൊഴി വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന് എക്സൈസ് കമ്മീഷണറുടെ പ്രതികരണം അല്പസമയത്തിനും തന്നെ എത്തും. എന്തായാലും അതേ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ അല്പസമയത്തിനും തന്നെ എത്തുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിവാദങ്ങൾക്ക് ശേഷം റാപ്പർ വേടന്റെ ആദ്യ ഷോ അല്പസമയത്തിനകം ഇടുക്കിയിൽ ആരംഭിക്കും. സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ചെറുതോണിയിൽ പരിപാടി നടക്കാൻ പോകുന്നത്. ഷോയ്ക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വേടനൊപ്പം സർക്കാരും പൊതുജനങ്ങളും ഉണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. ഇടുക്കിയിലെ പരിപാടിയോടുകൂടി വേടന് പുതിയ മുഖം ലഭിക്കും. തെറ്റേറ്റു പറയാനുള്ള മനസ്സാണ് വേടനെ വ്യത്യസ്തനാക്കിയതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടി വലിയ ഒന്നുമില്ല. അദ്ദേഹം പൂർണ്ണനാണെന്ന് അദ്ദേഹം സമ്മതിക്കില്ലല്ല. എൻ്റെ ഉള്ള അപൂർണത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സമൂഹ മധ്യത്തിൽ തുറന്നു പറഞ്ഞതോടുകൂടി ലോകം മുഴുവൻ അദ്ദേഹത്തോടൊപ്പമായി. തീർച്ചയായിട്ടും നമുക്കത് ആസ്വദിക്കാം. അദ്ദേഹത്തിൻ്റെയും അത്തരം കാര്യങ്ങളിലുള്ള കലാസ്നേഹികളെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും സാമ്പത്തിക രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്തോട്ട് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും റാപ്പർ വേടൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ കലാസന്ധ്യയോടുകൂടി കേരളം വീണ്ടും ഒരു പുതുമുഖത്തിൽ തുറക്കുന്ന സ്ഥിതിയായിരിക്കും കാണാൻ കഴിയുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ കഞ്ചാവ് കേസ് പിന്നീട് വനംവകുപ്പിന്റെ നീക്കങ്ങൾ, അത് വേടനെ വേട്ടയാടാൻ വനംവകുപ്പ് ശ്രമം നടത്തുന്നു എന്ന വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലം, ഇതിനൊക്കെ പിന്നാലെ നേരത്തെ ഒഴിവാക്കിയെങ്കിലും സർക്കാരിന്റെ പരിപാടിയിൽ വീണ്ടും വേടൻ ഇടം പിടിക്കുകയാണ്. അല്പസമയത്തിനകം പരിപാടി നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. 8000 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ, ഈ സ്ഥലപരിമിതി കാരണം പങ്കെടുക്കാൻ അവസരമുള്ളത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് എന്തൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നു? പുതിയ വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? രജിത്ത്, വേടന്റെ പരിപാടി നടക്കാൻ ഇനിയും 1 മണിക്കൂർ കൂടി താമസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 7 മണിക്ക് ഈ പരിപാടി തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് ആളുകളൊക്കെ നേരത്തെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഒന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഈ കൊള്ളുന്നതിന്റെ പരമാവധി ആളുകൾ വേടന്റെ ഈ പരിപാടി ശ്രമിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയും സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനമാണ് ഇടുക്കിയിൽ നടക്കാനുള്ളത്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വേടന്റെ പരിപാടി ഉണ്ടാവുക. വേടന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ്, ശ്രോതാക്കളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ആവേശത്തോടു കൂടി
വേടൻ എപ്പം എത്തും, വേടൻ എപ്പം എത്തും, വേടന് പിന്തുണ എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന വലിയ തരത്തിൽ ആവേശമുണ്ട്. മാത്രമല്ല പോലീസ് കണക്ക് കൂട്ടുന്നതിനനുസരിച്ചുള്ള ആളുകളായിരിക്കും ഇവിടെ എത്തുക എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ സംഘാടക സമിതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഈ ബാരിക്കേഡുകൾ പോരാ, ഈ ബാരിക്കേഡുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മറികടക്കാനുള്ള സാധ്യതയുണ്ട്, അത് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആളുകൾ തന്നെ വേണം, ഈ കാണികൾ തന്നെ വേണം ഇവിടെ ഈ പരിപാടി ശ്രമിക്കാൻ വേണ്ടി നിൽക്കാൻ. അത്തരമൊരു മുന്നറിയിപ്പ് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും പൊതുസമ്മേളനം തുടങ്ങുകയാണ്. ഈ പരിപാടിക്ക് ശേഷമായിരിക്കും വേടന്റെ പരിപാടി റാപ്പ് ഷോ ഇവിടെ തുടങ്ങുക. 29-ാം തീയതിയായിരുന്നു വേടൻ്റെ പരിപാടി സർക്കാർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കഞ്ചാവുമായി പിടിയിലാവുകയും മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണ് എന്നാരോപിച്ചുകൊണ്ട് വനംവകുപ്പ് കേസെടുക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ആ പരിപാടി റദ്ദാക്കുകയായിരുന്നു. കേസിൽ വേടനെ വനംവകുപ്പ് വേട്ടയാടുകയാണ് എന്നാരോപിച്ചുണ്ടായ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ താൻ തിരുത്തും, തനിക്കൊരു തെറ്റുപറ്റി, അത് തിരുത്തി താൻ മുന്നോട്ട് പോകും എന്ന വേടൻ്റെ പ്രതികരണം, ഇതിനൊക്കെ പിന്നാലെ സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് വേടൻ വീണ്ടും ഇടം പിടിക്കുകയായിരുന്നു. ഇന്നെന്തായാലും 1 മണിക്കൂറിനകം, നേരത്തെ 7 മണിക്കാണ് പരിപാടി എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഏതാണ്ട് 1 മണിക്കൂറിനകം ആ പരിപാടി അവിടെ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർ ആ പരിപാടി കാണാൻ എത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നു. പുതിയ CBI മേധാവിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, ഞാനിപ്പോൾ ഉള്ളത് ഈ സൗത്ത് ബ്ലോക്കിന് മുൻപിലാണ്. ഈ സൗത്ത് ബ്ലോക്കിന്റെ മറുവശത്തായിട്ടാണ്, അതിന് അപ്പുറത്തായിട്ടാണ് ഈ PMO ഓഫീസുള്ളത്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ഉൾപ്പെടുന്ന യോഗം പുരോഗമിക്കുന്നത്. ഈ CBI ഡയറക്ടറെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ യോഗം പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി കേന്ദ്രീകരിച്ച് നിരവധി കൂടിക്കാഴ്ചകളാണ് ഈ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും തിരക്കിട്ട നിർണായകമായിട്ടുള്ള യോഗങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലും അതുപോലെ തന്നെ PMO ഓഫീസിലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ CBI ഡയറക്ടറെ തീരുമാനിക്കുന്നതിനായി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള ഈ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. റിജിത്ത്, ശരി, ആ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അച്യുതൻ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുകയായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, അവിടെ കണ്ണൂരിൽ സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച 60 ലക്ഷം രൂപയുടെ സ്വർണം മോഷ്ടിച്ചത് CPIM കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ചേർന്നാണ്. CPIM ബ്രാഞ്ച് സെക്രട്ടറി സുധീർ തോമസും കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് സുനീഷ് തോമസും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. ഇരിട്ടി ആനപ്പന്തി ബാങ്കിന്റെ കച്ചേരിക്കടവ് ബ്രാഞ്ചിൽ നിന്നാണ് സ്വർണം നഷ്ടമായത്. സുനീഷ് തോമസ് അറസ്റ്റിലായിട്ടുണ്ട്. സുധീറിനായി തെരച്ചിൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, രണ്ടുപേരും ചേർന്ന് നടത്തിയ തട്ടിപ്പ് എങ്ങനെയാണ് ലോക്കറിൽ നിന്ന് ഇവർക്ക് ഈ സ്വർണം സ്വന്തമാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ കഴിഞ്ഞത്? പോലീസ് എന്താണ് കൂടുതലായി വിശദീകരിക്കുന്നത്? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, നിലവിൽ ഇരിട്ടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: സുനീഷ് തോമസും അതോടൊപ്പം തന്നെ സുധീർ തോമസും, സുധീർ തോമസ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, സുനീഷ് തോമസ് കച്ചേരിക്കടവിലെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റാണ്. ഇവർ രണ്ടുപേരും ഈ 2 രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിൽ പോലും ഇവർ നല്ല സുഹൃത്തുക്കളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇവർ ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു കവർച്ചയാണ് ഇതെന്നാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സുധീർ തോമസ് ഈ ബാങ്കിലെ ജീവനക്കാരനാണ്, താൽക്കാലിക ക്യാഷറായി ജോലി ചെയ്യുന്ന ആളാണ്. ഇയാളാണ് ഈ കൃത്യമായി ഈ സ്വർണം, മുക്കുപണ്ടം വെച്ച് സ്വർണം എടുക്കുന്നത്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ സുനീഷ് തോമസ് ആണെന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ എടുത്തിട്ടുള്ള, അതായത് ഇവർ കവർച്ച ചെയ്തിട്ടുള്ള സ്വർണത്തിൽ ഏകദേശം 50% സ്വർണം ഈ സുനീഷ് തോമസ് അവിടെ പണയം വെച്ചതാണ്. ഇതെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിംഗ് ആണ്
കൃത്യമായി നടന്നത്. അതോടൊപ്പം തന്നെ സുധീർ തോമസിൻ്റെ ഭാര്യയുടെ പേരിൽ ഈ ബാങ്കിൽ തന്നെ പണയം വെച്ചിട്ടുള്ള സ്വർണവും ഇതോടൊപ്പം തന്നെ എടുത്തിട്ടുണ്ട്. 18 കവറുകളിലായി 60 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് അവിടെ നിന്ന് കവർന്നിട്ടുള്ളത്. അതിന് പകരം മുക്കുവണ്ടം വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുനീഷ് തോമസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുനീഷിന് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ആ ബാങ്കിലെ തന്നെ ചില ജീവനക്കാരുടെ മൊഴി വളരെ നിർണായകമായെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് സുനീഷ് തോമസിനെ ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നിലവിൽ സുനീഷ് തോമസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുധീർ ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഏറെക്കാലം മുംബൈയിൽ ജോലി ചെയ്ത ആളാണ് സുധീർ, ചെന്നൈയിൽ പഠിച്ച ആളാണ്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അവിടെ എവിടെയെങ്കിലും കടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ പ്രത്യേക സംഘം തന്നെ ഇതിനുവേണ്ടി സുധീറിനെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തായാലും അന്വേഷണം നടത്തി വരുന്നുണ്ട്. എന്തായാലും വലിയ കവർച്ചയാണ് ആനപ്പന്തി ബാങ്കിൻ്റെ കച്ചേരിക്കടവ് ബ്രാഞ്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നിലവിൽ സുനീഷ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശരി, CPIM കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആരുടെയൊക്കെ സഹായം കിട്ടി എന്നതിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് കടക്കുകയാണ്. അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയ ആഭ്യന്തര മന്ത്രാലയം ഈ മാസം 7-ന് സമഗ്രമായ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, രാജ്യം കടുത്ത നടപടികളിലേക്ക് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ കടുത്ത നടപടികളെ നേരിടാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു എയർ റെയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ, അതിനായുള്ള മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്കൂളുകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ സിവിലിയന്മാർക്കും ആവശ്യമായ മോക്ക് ഡ്രില്ലുകൾ, പരിശീലനം എന്നിവ നൽകാനാണ് നിർദ്ദേശം. മറ്റന്നാളായിരിക്കും ഈ പരിശീലനം രാജ്യവ്യാപകമായി നടക്കുക. പ്രധാനമായും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ അതിനെ നേരിടാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾക്കും ആണ് ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ക്രാഷ് ബ്ലാക്ക് ഔട്ട് നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള മോക്ക് ഡ്രില്ലുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ വ്യോമയാന മുന്നറിയിപ്പ് സൈറനുകൾ അത് തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കൂടാതെ സിവിൽ ഡിഫൻസ് പ്രോട്ടോക്കോളുകൾ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശീലനം വിദ്യാർത്ഥികൾക്കും സിവിലിയന്മാർക്കും നൽകാനുള്ള നിർദ്ദേശമുണ്ട്. നിർണായകമായ ഘട്ടത്തിൽ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു ആക്രമണം നേരിടുന്ന ഘട്ടത്തിൽ രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ഇൻസ്റ്റാലേഷനുകൾ എന്നിവ മറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള പരിശീലനവും ഈ മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായ നീക്കങ്ങളും കൂടിക്കാഴ്ചകളും ഡൽഹിയിൽ നടക്കുന്നു എന്നുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു മോക്ക് ഡ്രില്ലിനുള്ള സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ ഭീകരാക്രമണങ്ങൾക്ക് തുടർച്ചയായി ഉണ്ടായ പ്രതികരണങ്ങൾ, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണ ശരി, ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കും ചില തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നു. സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ഈ മാസം 7-ന് സമഗ്രമായ മോക്ക് ഡ്രില്ലുകൾ സംസ്ഥാനങ്ങളിൽ നടത്തണം എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വിശദീകരണം തേടിയിരിക്കുന്നു മന്ത്രി വീണ ജോർജ്. കെട്ടിടത്തിൽ രോഗികളെ പ്രവേശിപ്പിച്ചതിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം നൽകണം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. രോഗികളെ പ്രവേശിപ്പിച്ചത് സർക്കാരിൻ്റെ അനുമതിയില്ലാതെയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നേരത്തെ മന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും ഇങ്ങനെ പരിശോധന നടക്കുന്നതിനിടയിൽ ആ കെട്ടിടത്തിലേക്ക് എന്തിനാണ് രോഗികളെ പ്രവേശിപ്പിച്ചത്, അത് പരിശോധന പൂർത്തിയായതിനു ശേഷം നടക്കേണ്ട നടപടിയാണ്. അതിനു മുമ്പ് എന്തുകൊണ്ട് അങ്ങനെ പ്രവേശിപ്പിച്ചു എന്നത് സംബന്ധിച്ചൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യം മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണം തേടുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമ്മൾ മുൻപും പലതവണ പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പലയിടങ്ങളിലെയും കുടിവെള്ളക്ഷാമത്തെപ്പറ്റി പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. പിന്നീട് അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുകയും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതും ഒക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായി കണ്ടിട്ടുണ്ട്.
കുടിവെള്ള പ്രശ്നത്തിന്റെ സമാന സാഹചര്യമാണ് തിരുവനന്തപുരം രാജാജി നഗറിലുമുള്ളത്. കഴിഞ്ഞ 3 മാസമായി ഇവിടെ കുടിവെള്ളം കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ നാട്ടുകാരുടെ പരാതി. കുടിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ ഇവിടെ വെള്ളമില്ല, എങ്ങനെ ജീവിക്കും എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. പരാതി പറഞ്ഞ് മടുത്തുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്ന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഇവിടുത്തുകാരുടെ ചോദ്യം. വെറും വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമമല്ല, തലസ്ഥാന നഗരത്തിന് ഒത്ത നടുക്ക്, ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് തൊട്ടടുത്ത് മാസങ്ങളായി കുടിവെള്ളമില്ല. പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ ഒരു പറ്റം മനുഷ്യർ. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൽ വെള്ളമില്ല. തുറന്ന് കാണിച്ചു തരാം. ഇതിൽ വെള്ളമില്ല. ഇതിൽ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മളെ കോളനിക്കകത്ത് ഇത്രയും 10, 60, 80 വീടുണ്ട്. അതിൽ ഫുള്ളായിട്ട് വെള്ളമില്ല. സെക്രട്ടേറിയറ്റിലേക്ക് തികച്ചൊരു കിലോമീറ്റർ ദൂരമില്ല. നിയമസഭാ മന്ദിരത്തിലേക്ക് 1.5 കിലോമീറ്റർ. വാട്ടർ അതോറിറ്റി ആസ്ഥാനത്തേക്ക് 2 കിലോമീറ്ററിൽ താഴെ. എന്നാൽ പ്രദേശത്ത് ഒരു തുള്ളി വെള്ളം എത്തിയിട്ട് കാലങ്ങളാകുന്നു. ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി ഇവിടെ വെള്ളം വരാൻ. ഞങ്ങളെ വീട്ടിലൊക്കെ താഴെ ശകലച്ച വന്നു. ഇപ്പോൾ ഒട്ടും വെള്ളം വരാതായിട്ട് 1 മാസത്തിൽ കൂടുതലായി. കോളനി കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആഹാരം വേവിക്കുകയും കുടിക്കുകയും നനയ്ക്കുകയൊക്കെ വേണ്ടേ. പൊടി മക്കളൊക്കെ ഉള്ളതാണ്. ഈ വലിയ ബുദ്ധിമുട്ടാണ്. വയസ്സായതാണ്. നമുക്ക് ചമട്ട് വെള്ളം കോരാനുള്ള ത്രാണിയില്ല. നമ്മൾ ജോലിക്ക് പോണവരാണ്. വന്നിട്ടാണ് ഈ വെള്ളങ്ങളെല്ലാം കോരി വീട്ടിൽ പെരുമാറുന്നത്. നമുക്ക് വയസ്സായവർക്ക് എവിടെയെങ്കിലും കയറി വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കണ്ടേ, ആഹാരം കഴിച്ചില്ലെങ്കിലും. ബാത്റൂമിൽ പോകണമല്ലോ, കുളിക്കാനും നനയ്ക്കാനും ഒരു തുള്ളി വെള്ളമില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ വെള്ളമില്ല. ഇടയ്ക്കിടയ്ക്ക് വരും പോവും. ആദ്യം അകത്ത് നിന്ന്, പിന്നെ ഇവിടെ പുറത്താണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇല്ല വെള്ളം. ഇപ്പോൾ പിന്നെ അവിടുത്തെ പൈപ്പിലാണ് പോയി എടുക്കുന്നത്. രാത്രിയൊക്കെയാണ് പോയി അവിടെ എടുക്കുന്നത്. വെള്ളമൊക്കെ പിടിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ 1 മണിയാവും. മേയറിന് പരാതി കൊടുത്തിട്ടുണ്ട്, പാർട്ടിക്കാരുടെ പരാതി, കൗൺസിലർ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും തിരിഞ്ഞു നോക്കണില്ല. രാജാജി നഗർ നിവാസികൾ ആശ്രയിക്കുന്നത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ. എന്നാൽ ഇന്നിവർക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ്. അത്യാവശ്യത്തിനുള്ള കുടിവെള്ളം ശേഖരിക്കുന്നത് കിലോമീറ്ററുകൾ താണ്ടി. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടണം. ഇതിലെ വെള്ളം എടുത്ത് എങ്ങനെ ചോറൊക്കെ വയ്ക്കും, എന്നാലും എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. കുളിക്കാനും തുണി നനയ്ക്കാനും പാത്രങ്ങൾ കഴുകാനും ഒക്കെ. കുടിക്കാനൊക്കെ കഞ്ഞി വയ്ക്കാനും വെള്ളം എടുത്ത് അടച്ചു വെച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വെള്ളം വേണ്ട. ഞങ്ങൾ കോളനിക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ ആളുകൾക്കൊക്കെ അവരെയൊക്കെ വീടുകളിൽ വെള്ളമുണ്ട്. ഇവിടെ ഏതായാലും ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. ഇപ്പം മാസങ്ങളായി. ഇവിടെ വെള്ളം കിട്ടുന്നതിന് വേണ്ടി താഴെ പൈപ്പിട്ടത് നിങ്ങൾ കണ്ടല്ലോ. താഴെ പൈപ്പിട്ടിട്ട് താഴെ പോലും വെള്ളമില്ല. അപ്പം ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അടിയന്തര പരിഹാരം വേണം. കുടിവെള്ളമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. 1500-ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തു താമസിക്കുന്ന പ്രദേശമാണ്. പരാതി പലതവണ പറഞ്ഞെങ്കിലും പ്രശ്നങ്ങൾക്ക് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ശുചിമുറിയിൽ നിന്ന് പോലും വെള്ളമെടുത്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായേ തീരൂ എന്ന് പറയേണ്ടതില്ലല്ലോ. മാറ്റി നിർത്തലുകളും അടിച്ചമർത്തലും അനുഭവിച്ചിട്ടുള്ള ജനതയാണ്. ഇനിയെങ്കിലും ഒന്ന് പരിഗണിക്കണമെന്ന് പറയുന്നു രാജാജി നഗർ നിവാസികൾ. കണ്ടില്ലേ, ഞങ്ങളിവിടെ എത്തിയിട്ട് 4-5 മണിക്കൂറാകുന്നു. ഒറ്റ പൈപ്പിൽ പോലും ഇതുവരെ വെള്ളം വന്നിട്ടില്ല. നഗരത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു സ്ഥലങ്ങളെ കൂടി ഒന്ന് ആലോചിച്ചു നോക്കണം. വെള്ളമില്ലാത്ത അവസ്ഥ അത്രത്തോളം ഭയാനകവുമാണ്. ക്യാമറാമാൻ രഞ്ജിത് ഫ്രാൻസിസിനും അരുണിനുമൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ളത്തിൻ്റെ കാര്യമാണ് ഉറപ്പായും പരിഹാരമുണ്ടാകേണ്ട വിഷയം. അധികൃതരുടെ ശ്രദ്ധ പതിയും എന്ന് തന്നെ കരുതുകയാണ്. ഇനി തൃശ്ശൂരിലേക്കാണ്. അവിടെ പൂരലഹരിയിൽ അമർന്നിരിക്കുന്നു നഗരം. പൂരവിളംബരം കഴിഞ്ഞതോടെ പൂരാവേശത്തിൽ അലിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ. ആയിരക്കണക്കിന് ആളുകളാണ് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അക്ഷരാർത്ഥത്തിൽ പൂരനഗരി അതിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് വ്യക്തമായതുമാണ്. എന്താണ് പുതിയ വിവരങ്ങൾ, പങ്കുവെക്കാൻ കഴിയുന്ന കാഴ്ചകൾ? വിപിൻ സി വിജയൻ. രജിത്ത്, എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക്, എല്ലാ വഴികളും തൃശ്ശൂരിലേക്ക്, ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പൂരവിളംബരത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു തിരക്കുണ്ടല്ലോ, ഒരു വലിയ ഒരു ജനാരവം, ആ ഒരു ജനാരവം പിന്നീട് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതിനേക്കാൾ ഓരോ സമയവും ഇരട്ടിയിലധികം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഈ സമയത്തും നമ്മൾ ഈ കാണുന്ന തിരക്കൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ആരംഭിച്ചതാണ്. അതിനൊരു തുടർച്ച മാത്രമാണ് ഇനി നാളെയും ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് പറയാൻ സാധിക്കും. അത്രത്തോളം തെരുവോര കച്ചവടക്കാർ എല്ലാവരും സജീവമായിരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും
തൃശ്ശൂർ പൂരത്തിനായി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 3 മന്ത്രിമാർ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇതിനെ ഒരു മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ അല്പസമയം മുൻപ് ദേവസ്വം മന്ത്രി നമ്മോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനകളുടെ ഫിറ്റ്നസ് ഒരു വശത്ത് നടക്കുന്നുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ 2 ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ആനകളുടെ ഫിറ്റ്നസ് ഇപ്പോൾ ഉറപ്പാക്കുന്നത്. ഏകദേശം ഒരു 50ഓളം ആനകളുടെ ഫിറ്റ്നസ് ആണ് കഴിഞ്ഞത്. 85 ആനകളുടെ മൊത്തം ഒരു ആരോഗ്യ പരിശോധനയാണ് നടത്താനുള്ളത്. പാറമേക്കാവ് വിഭാഗത്തിലെ ഒരാനയ്ക്ക് ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല. തുമ്പിക്കൈയിലെ ഒരു മുറിവ് കാരണമാണ് ഇതിന് ഫിറ്റ്നസ് ലഭിക്കാതിരുന്നത്. ഒപ്പം തന്നെ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റുന്ന പ്രധാനപ്പെട്ട കൊമ്പനായിട്ടുള്ള തിരുവമ്പാടി ചന്ദ്രശേഖരന് ഇതിനോടകം തന്നെ ഫിറ്റ്നസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവമ്പാടി കണ്ണൻ ഉൾപ്പെടെയുള്ള ആനകൾക്ക് ഫിറ്റ്നസ് ലഭിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ശരി, വിപിൻ സി വിജയൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. പൂരലഹരിയിൽ അമർന്നിരിക്കുന്നു തൃശ്ശൂർ. തത്സമയം ആ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ 24ഉം സജ്ജമാണ്. വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നാളെയാണ്. അതിന്റെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. സ്വർണ്ണവില ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂരായണം കാണാം. നമസ്കാരം.